ഹായ് ഫ്രണ്ട്സ്, സാബിഡി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഈ ആഴ്ച OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതും അതുകൂടാതെ ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും ഒക്കെ ഏതാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ആഴ്ചയിലെ റിലീസുകൾ. അത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് റിലീസുകളുണ്ട്, അത് ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. നമുക്ക് പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ അതിൻ്റെ സൗണ്ട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു എറോട്ടിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നൈറ്റ് നേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു ഇംഗ്ലീഷ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ ഇൻവൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ ആപ്പിൾ TV പ്ലസ് ലൈറ്റ് ഇന്ത്യക്ക് പുറത്തായിട്ടാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ആനിമേഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മിനിയൻസ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്ന സിനിമ. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. റീച്ചർ എന്ന് പറഞ്ഞ സീരീസിന്റെ 4ാമത്തെ സീസണാണ്. ഇപ്പോൾ 3 എപ്പിസോഡുകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലായിട്ടാണ് ആമസോൺ പ്രൈമിൽ ഈ സീരീസിന്റെ 3 എപ്പിസോഡുകൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത എപ്പിസോഡുകൾ അടുത്ത ആഴ്ചകളിലായിട്ട് ഓരോ ആഴ്ചകളിലായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. കിടിലൻ സീരീസ് ആണ്. 3 സീസണും കണ്ടതാണ്. അപ്പോൾ 4ാമത്തെ സീസൺ വെയിറ്റിംഗ് ആയിരുന്നു. എന്തായാലും കണ്ടിന്യൂ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. മൈ ബ്രില്യൻറ്റ് കരിയർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആഗസ്റ്റ് മാസം 13-ാം തീയതി, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ ഉച്ചയോടുകൂടി ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തെലുങ്കു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് നിജമേ രുജുവൈ നദി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ആഗസ്റ്റ് മാസം 14-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്ത് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ആമസോൺ പ്രൈമിലും സിംപ്ലി സൗത്ത്, ലാൻഡ്സ്കേപ്പ് OTT പ്ലാറ്റ്ഫോം, ഈ 3 OTT പ്ലാറ്റ്ഫോമിലായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു മലയാള ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് അരൂപി എന്ന് പറഞ്ഞ സിനിമ. ആഹാ തമിഴിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ആഗസ്റ്റ് മാസം 14-ാം തീയതിയാണ്. അടുത്തൊരു ഹിന്ദി ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കങ്കണ റണൌത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഭാരത് ഭാഗ്യ വിധാത എന്ന് പറഞ്ഞ സിനിമ. C5 ആഗസ്റ്റ് മാസം 14-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്ത് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു കോമിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഓൾ നൈറ്റ് റോങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് ഈ ഒരു സിനിമ ആഗസ്റ്റ് മാസം 14-ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മ്യൂസിക്കൽ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഡോണ്ട് സേ ഗുഡ് ലക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായി നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ആഗസ്റ്റ് മാസം 14-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്, ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതുമായിട്ടുള്ള റിലീസുകൾ. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള സിനിമകൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.